നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിയമയുദ്ധം നീളും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ലാവ്ലിൻ കേസിൽ വാദം കേൾക്കാമെന്ന് ഹൈക്കോടതി. CBI സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയിൽ തുടർച്ചയായി വാദം കേൾക്കുക അടുത്ത മാസം 4 മുതൽ 12 വരെ. തീരുമാനം കേസിലെ പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടത് തെളിവുകൾ പരിശോധിക്കാതെയെന്ന CBI നിലപാടിൽ. ഷട്ടറിട്ട് കോടതി. ബാറുകൾക്ക് താഴിട്ട് വീണ്ടും സുപ്രീം കോടതി. ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്റർ പരിധിയിലുള്ള എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടാൻ ഉത്തരവ്. നിലവിൽ ലൈസൻസ് ഉള്ള ബാറുകൾക്ക് മാർച്ച് 31 വരെ പ്രവർത്തിക്കാം. ഇവയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. പ്രധാന വഴികളിലെ മദ്യശാലകളുടെ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യണം. കോടതി ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങളും കർശനമായി പാലിക്കണം. നിർദ്ദേശം നടപ്പാക്കി ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി. വിധി ദേശീയപാതകളിലെ മദ്യവിൽപ്പന ചോദ്യം ചെയ്തു നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ. റിജ്ജുവിന് ആശ്വാസം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജുവിനെതിരായ അഴിമതി ആരോപണം തള്ളി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം. പുറത്തുവന്നത് കള്ളപ്രചരണങ്ങളെന്നും റിജ്ജുവിന്റെ കത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തുക അനുവദിച്ചതായും കേന്ദ്ര ഊർജ്ജ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെന്നും മന്ത്രി. നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷന് തുക അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുവാദത്തോടെ. കോർപ്പറേഷന്റെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ലെന്നും മന്ത്രാലയം. സത്യം പുറത്തു വന്നതോടെ ഇന്ത്യയെ കൊള്ളയടിച്ചവരുടെ മുഖത്ത് അടിയേറ്റെന്ന് കിരൺ റിജ്ജു. ആഭ്യന്തര സഹമന്ത്രിക്കെതിരായ ആരോപണം അരുണാചലിൽ അണക്കെട്ട് നിർമ്മിക്കാനെന്ന പേരിൽ സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന്. 2014 തന്റെ ബന്ധുവായ കോൺട്രാക്ടർക്ക് ഫണ്ട് അനുവദിക്കാൻ റിജ്ജു സ്വാധീനം ചെലുത്തിയെന്നും റിപ്പോർട്ട്. പാഴായ സമ്മേളനം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെ ഇരുസഭകളിലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. രാഹുൽ ഗാന്ധിയെ പ്രസ്താവന നടത്താൻ അനുവദിക്കാതെ ലോക്സഭയിൽ BJP. നോട്ട് പ്രതിസന്ധിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് രാജ്യസഭയിൽ കോൺഗ്രസും CPM-ഉം തൃണമൂലും. പ്രധാനമന്ത്രിക്കെതിരായ രാഹുലിന്റെ അഴിമതി ആരോപണം ഭരണപക്ഷം നേരിട്ടത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉയർത്തിക്കാട്ടി. കിരൺ റിജ്ജുവിനെതിരായ അഴിമതി ആരോപണങ്ങളും സഭയിൽ. ഒരൊറ്റ ബില്ല് പോലും പാസാക്കാതെ നാളെ അനിശ്ചിതകാലത്തേക്ക് പാർലമെന്റ് പിരിയുമ്പോൾ ഉണ്ടായത് കോടികളുടെ നഷ്ടം മാത്രം. കോൺഗ്രസ് കുരുക്കിൽ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കുരുക്കുമുറുക്കി കൂടുതൽ തെളിവുകൾ. അഴിമതിയിൽ രാഷ്ട്രീയ കുടുംബത്തിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന ഇടനിലക്കാരന്റെ ഡയറി പുറത്ത്. ഒരു രാഷ്ട്രീയ കുടുംബത്തിന് 120 കോടി രൂപ കൈക്കൂലി നൽകിയെന്നും ഇടപാടിൽ പലർക്കായി 450 കോടി നൽകിയിട്ടുണ്ടെന്നും കുറിപ്പ്. മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങവേ പുറത്തുവന്ന തെളിവിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായർ, മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണൻ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്തേക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2590 രൂപ, പവൻ 20,720 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകുന്നേരം 5:30. നമസ്കാരം.